പഠനം പൂർത്തിയാക്കിയ ശേഷം ലാൽ ജോസ് തന്റെ നീലത്താമര എന്ന ചിത്രത്തിൽ ഒരു സഹനടിയുടെ വേഷം വാഗ്ദാനം ചെയ്യുകയായിരുന്നു അമല പോളിന്. വിജയം നേടിയെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ ആ സിനിമയ്ക്ക് കൂടുതൽ ഓഫറുകളൊന്നും ലഭിച്ചില്ല. തമിഴ് സിനിമകളിൽ അഭിനയിക്കുകയും ലോ ബജറ്റ് കോമഡി ചിത്രമായ വികടകവിയിൽ അഭിനയിക്കാൻ കരാർ ഒപ്പിടുകയും ചെയ്തിരുന്നു. ഈ ചിത്രം വൈകിയതോടെ അവരുടെ 6ാമത്തെ റിലീസായി മാറി. അങ്ങനെ ഏറ്റക്കുറിച്ചിലുകളിലൂടെ വളർന്നു വന്ന നടിയാണ് അമല പോൾ. എന്നാൽ അമല പോളിന്റെ ജീവിതത്തെക്കുറിച്ച് നോക്കിയാൽ നടിയാണ് എന്നറിഞ്ഞല്ല ജഗത് തന്നെ പ്രണയിച്ചതെന്ന് നടി അമല പോൾ പറയുന്നുണ്ട്. ഡേറ്റിംഗിന്റെ കാലത്ത് സിനിമാ താരമാണെന്ന കാര്യം കാമുകനിൽ നിന്നും മറച്ചു വെച്ചിരുന്നെന്നും താരം പറയുന്നുണ്ട്. വിവാഹശേഷം മാത്രമാണ് താൻ ഒരു സിനിമാ നടിയാണെന്ന് ഭർത്താവ് അറിഞ്ഞതെന്നും അമല പോൾ വെളിപ്പെടുത്തി. JFW മൂവി അവാർഡ്സിൽ മികച്ച നടിക്കുള്ള ക്രിട്ടിക്സ് പുരസ്കാരം സ്വന്തമാക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു അമല പോൾ. പരിചയപ്പെട്ട സമയത്ത് പ്രൈവറ്റ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ജഗത്തിന് നൽകിയിരുന്നതെന്നും താരം വെളിപ്പെടുത്തി. പിന്നീട് ഗർഭിണിയായി വിവാഹം കഴിഞ്ഞ സമയത്താണ് അദ്ദേഹം തന്റെ സിനിമകൾ കാണാൻ തുടങ്ങിയതെന്നും അമല പോൾ കൂട്ടിച്ചേർത്തു. ഗോവയിൽ വെച്ചാണ് ഞാനും ജഗത്തും കണ്ടുമുട്ടുന്നത്. ഗുജറാത്തി ആണെങ്കിലും ഗോവയിലായിരുന്നു സ്ഥിര താമസം. കേരളത്തിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം തെന്നിന്ത്യൻ സിനിമകളൊന്നും അധികം കാണുന്ന ആളായിരുന്നില്ല. ജഗത്തും ഞാനും ഡേറ്റ് ചെയ്യുമ്പോൾ നടിയാണെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നില്ല. ഒരു പ്രൈവറ്റ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെയാണ് ആൾക്ക് ആദ്യം കൊടുത്തത്. പിന്നീട് ഗർഭിണിയായി, വൈകാതെ വിവാഹം ചെയ്തു. ഞാൻ ഗർഭിണിയായി വീട്ടിലിരിക്കുമ്പോഴാണ് ജഗത് എൻ്റെ സിനിമകൾ ഓരോന്നായി കാണാൻ തുടങ്ങുന്നത്. അവാർഡ് ഷോകൾ ഒത്തിരി കാണും. എനിക്ക് അവാർഡ് ലഭിക്കുന്നതും റെഡ് കാർപ്പറ്റിലും സ്റ്റേജിലും ഞാൻ സംസാരിക്കുന്നത് കണ്ട് ജഗത്തിന് അത്ഭുതവുമായി. ഒരു ദിവസം 8 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ഈ റെഡ് കാർപ്പറ്റ് ഒക്കെ ലൈവായി എപ്പോഴാണ് കാണാൻ പറ്റുക? സത്യത്തിൽ ഒരു ക്ലൂ പോലും ആ സമയത്ത് എനിക്കില്ലായിരുന്നു. അന്ന് ലെവൽ ക്രോസ് സിനിമയും റിലീസ് ആയിട്ടില്ല. പെട്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു, ഉടൻ തന്നെ ഉണ്ടാകും. ഇപ്പോഴിതാ അത് സംഭവിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ ദൈവത്തോട് നന്ദി പറയുന്നു. ലെവൽ ക്രോസിന്റെ സംവിധായകൻ അർഫാസിനോടും നന്ദി പറയുന്നു. ഇപ്പോഴും അർഫാസ് ഈ സിനിമയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു സിനിമയുടെ ചിത്രീകരണം തന്നെയെന്നും അമല പോൾ പറയുന്നു.